നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MK വ്യൂസിൻ്റെ ഒരു ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ഫ്രെയിമിലാണ് കേട്ടോ. അതായത് 11 മണിക്കാണ് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിവിടെ കാണാം. അത് ഇടക്ക് വെച്ചിട്ട് 42 മിനിറ്റ് അടുത്ത് ഞാനത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. 42 മിനിറ്റ് അതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടക്ക് വെച്ചിട്ട് കട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ സിസ്റ്റം റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് ഇടക്ക് വെച്ചിട്ട് കട്ടായി. അതിന് പകരം നമ്മുടെ നോർമലി ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് റെക്കോർഡിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്ത ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുമുമ്പ് ഒന്ന് പറയട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഡെയിലി നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടെ ലൈവ് വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാനൊരു എൻട്രി ഇവിടെ പാസ്സാക്കിയത് ഈ ഒരു 170 ഭാഗത്താണ്, 178 ഭാഗത്താണ് എൻട്രി എടുത്തത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 7 പോയിൻ്റാണ് ഇട്ടിരുന്നത്. കാരണം ഈ ഒരു ക്രോസ് ഓവർ ഞാനത് വ്യക്തമായിട്ടൊന്ന് റീപ്ലേയിൽ കാണിക്കാം. കാരണം മാർക്കറ്റ് ഇവിടെ ഗ്രീൻ വന്നു, അതിനുശേഷം ഒരു ലോ വന്നു. ആ ലോ വന്നിട്ട് 176 ടച്ച് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡലിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ലോ വന്നപ്പോഴാണ് 176 ഒരു എൻട്രി എടുത്തത്. 176 എൻട്രി എടുത്തിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവിലാണ്. അതായത് 172 7 പോയിൻ്റോ 7 പോയിൻ്റ് അല്ല 6 പോയിൻ്റോ എന്തോ ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. ആ സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് 192 അല്ലെങ്കിൽ 192, അത് കഴിഞ്ഞിട്ട് ഈ ഒരു പിൻ പോയിൻ്റ്, അത് കഴിഞ്ഞ് 215 ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ്. അതിപ്പോൾ അവിടെ നിന്നുള്ള ഓൾറെഡി ഒരു 13450 ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു ടാർഗറ്റിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് സ്റ്റോപ്പ് ലോസ് നേരെ ഡ്രാഗ് ചെയ്തു. കാരണം ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ എൻട്രി എടുത്തിട്ട് പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ സ്കാൽപ്പിംഗ് ആണല്ലോ കൂടുതൽ ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ലോങ് ഡ്രൈവിൻ്റെ വീഡിയോ ഇടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ മെജോറിറ്റി ചെയ്യാറുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. എൻട്രി എടുക്കുന്നു, ഒരു 10 പോയിൻ്റ് മുകളിൽ എത്തുമ്പോഴത്തേക്കും 10 പോയിൻറ്റ്സ് ആണ് എൻ്റെ ഡെയിലി വ്യൂ. അപ്പോൾ അതിൽ ലോക്ക് ചെയ്തിട്ടിട്ട് ഞാൻ മാക്സിമം അത് ഈ ഒരു RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാറാണ് പതിവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 215 മാർക്കറ്റ് ടച്ച് ചെയ്തു. സെക്കൻഡ് ടാർഗറ്റ് 225 ആണ്. അപ്പോൾ ഒറ്റയടിക്കൊന്നും ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് പോകത്തൊന്നുമില്ല. അത് കയറി ഇറങ്ങി ഫൈനലി ഈ ഒരു യെല്ലോ ലൈൻ വരെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ അങ്ങനെ. പറഞ്ഞത് പ്രകാരം ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ആ കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ എൻട്രിയും എക്സിറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നതും ഞാൻ മെജോറിറ്റി ചെയ്യുന്നതും നിഫ്റ്റിയിലാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട്, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഈ ചാർട്ട് എന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്നുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വന്ന് കാണും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഈ ഒരു 42 സെക്കൻഡ് അല്ല, സെക്കൻഡാണ് കാണിച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ മുമ്പ് റെക്കോർഡ് ചെയ്താണ്. അത് ഈ ഒരു ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇൻറ്റു അടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ എൻട്രി എടുത്തത് മുതലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞതാണ്. അത് കുറച്ചും കൂടെ വർക്കൗട്ടായിട്ട് നിന്നേനെ. അപ്പോൾ എനിവേ, എൻട്രി എടുത്ത സ്ഥലം കണ്ടു, നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കണ്ടു. അതുകൂടാതെ ഇപ്പോൾ അത് റൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് എന്താണ് യൂസ്ഫുൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാർട്ടിൽ ഞാൻ എൻട്രി എടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സപ്പോർട്ട് സോൺ കണ്ടു. അപ്പോൾ എൻ്റെ ആദ്യത്തെ എൻട്രി ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യും, 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടും. അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ സെക്കൻഡ് എൻട്രി ഞാൻ ഈ ഒരു 162 പ്ലാൻ ചെയ്യും. അവിടെയും 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടും. തേർഡ് എൻട്രി 140 പ്ലാൻ ചെയ്യും. അവിടെയും സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പോൾ കൂടി വന്ന ഒരു 10 പോയിൻ്റോ 12 പോയിൻ്റോ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ 10, 20, 30 പോയിൻ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ലൈൻസൊക്കെ 15 മിനിറ്റ്സിൽ വരും. നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് ഈ ഒരു ചാർട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിൽ പ്രൈസ് വരാം, 5 മിനിറ്റിൽ ലൈൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരാം.
30 മിനിറ്റിൽ ലൈൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതിൽ നമുക്ക് വീക്കിലി ചാർട്ട് നോക്കാം, മന്ത്ലി ചാർട്ട് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ ഏത് ചാർട്ട് എടുത്താലും അവിടെ ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് ലൈൻസ് ഒന്നും ഇടാനായിട്ട് നിൽക്കണ്ട. 1 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റിൽ ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. പിന്നെ സെക്കൻഡ് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, നമുക്ക് സ്റ്റോക്കുകൾ നോക്കാം. അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കുകൾ ഹൈ ടൈം ഫ്രെയിം തൊട്ട് സ്മോളർ ടൈം ഫ്രെയിം വരെ നോക്കാം. പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് XAUUSD ഫോറക്സിൽ ഗോൾഡ് ഫോറക്സ് കാറ്റഗറിയിൽ നോക്കാം. അവിടെ നമുക്ക് ലൈൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇനി നാച്ചുറൽ ഗ്യാസ് നോക്കണോ? നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സ്, സോറി, നാച്ചുറൽ ഗ്യാസ് നമുക്ക് അവൈലബിൾ ആണ്. ക്രൂഡ് ഓയിൽ നോക്കണോ? ലോഡാവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ നമുക്കെല്ലാം ഈസി ആയിട്ട് ഇതിൽ നോക്കാനായിട്ട് സാധിക്കുന്നതാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഏത് സാധനം നമ്മൾ സെർച്ച് ബാറിൽ ഏതാണോ ടൈറ്റ് ചെയ്യുന്നത്, പിന്നെ 3 കാറ്റഗറിയിലായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. NSEക്ക് ഒന്നാണ്, MCXന് ഒന്നാണ്, ഫോറക്സ് ക്രിപ്റ്റോയ്ക്ക് ഒന്നാണ്, അങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഈ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ട് 1 ഇയറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് മെജോറിറ്റി ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് നിങ്ങളുടെ ട്രേഡിംഗ് ആ ഒരു ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഈസി ആയിട്ടുള്ള എൻട്രി എക്സിറ്റ്, അതായത് ഒരു 20 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി എടുക്കുന്നതിന് പകരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കി നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് വളരെയധികം കിട്ടും. അപ്പോൾ അതിൽ ഈ ലൈൻസ് എന്താണ്, ഈ ലൈൻസ് എങ്ങനെയാണ് വരുന്നത്, ഈ ലൈൻസൊക്കെ വരച്ചാൽ അത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അപ്പോൾ നമുക്ക് എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണിപ്പോൾ 16,900 ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേബർ ആണെങ്കിൽ ഞാനൊരു ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ വർക്കറാണ്. അപ്പോൾ അത് വെച്ചിട്ട് 3 ആഴ്ച കിട്ടുന്ന തച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് എന്താണെന്ന് അറിയണം. ഞാൻ പറഞ്ഞല്ലോ 1 ഇയറായിട്ട് ഫോളോ ചെയ്യുന്ന ചാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു ട്രിഗർ പ്രൈസ് ആണ് 220. 220ലേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 220 ബ്രേക്ക് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പോകാം. 220 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 275 ആ ഭാഗത്തേക്ക് പോകാം. അതിനിടയ്ക്ക് ഇവിടെ കൺസോൾട്ടേഷൻ വരാം. അപ്പോൾ 220ൽ നമുക്ക് ഇറങ്ങാം. 16,900 അടുത്ത് ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും 219 വരെയെങ്കിലും എത്താതായിട്ടിരിക്കില്ല. അല്ലെങ്കിൽ ഈ ക്രോസ് ഓവർ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് വേറൊരു മെത്തേഡാണ്, ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഒരു 5 ലോട്ട്, അതായത് 220ൽ എത്തുന്ന സമയത്ത് നമുക്കൊരു 5 ലോട്ട് സെല്ല് ചെയ്യാം. 5 ലോട്ട് സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 5,000 അല്ലെ 8,000 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ബാക്കി എവിടെയെങ്കിലും ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മെജോറിറ്റി ഈ ചാർട്ടിനെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് ഏതൊരു സെഗ്മെൻറ്റിലും ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഒരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പ്രോഫിറ്റബിൾ ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് അതും കൂടെ നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ നമ്പറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 2023 ജനുവരി തൊട്ട് ഈ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് യൂസ് ചെയ്തിട്ട് ആളുകൾ എടുക്കുന്ന പ്രോഫിറ്റ് കാണാം. അന്ന് തൊട്ട് ഞാൻ ഇട്ടിരിക്കുന്ന വ്യൂസ് കാണാം. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അത് MK വ്യൂസ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഇതിപ്പോൾ ഇന്ന് എടുത്ത പ്രോഫിറ്റുകളാണ് ആളുകൾ അതിൽ തന്നെ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ വളരെ എക്സ്ട്രാ ഓർഡിനറി ഡേറ്റ് ആയിരുന്നു. 13,868 പ്രോഫിറ്റ് എടുത്തവരുണ്ട്.
842 എടുത്തവരുണ്ട്. 1,91,523 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 3,260 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 2,772, 1,654, അങ്ങനെ 3,092. ഇത് ഇന്നലത്തെ മാത്രം. അങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ പ്രോഫിറ്റ് എടുത്തത് ഓൾമോസ്റ്റ് ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 2023 ജനുവരി മുതലുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് പറയാനുള്ളത് ഈ ഒരു ചാർട്ടും ഈ ഒരു ചാർട്ടിൽ എൻട്രി എടുക്കേണ്ട എവിടെയാണ്, എത്ര പോയിന്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടാൻ പറ്റും, അതിൻ്റെ ടാർഗറ്റ് ലെവൽ എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനുള്ള വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഓൾറെഡി കിടക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ലൈവ് മാർക്കറ്റിൽ എൻട്രി എടുത്തുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ പഠിക്കാം, ഈ ഒരു ചാർട്ടറിങ് റീഡിങ് പഠിക്കാനായിട്ട് ഇത് എങ്ങനെ പഠിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്തായാലും സംസാരിക്കാം, എന്നെ വിളിക്കാം. അതുകൂടാതെ ചില സമയത്ത് ഈ വ്യൂ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ദിവസവും വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് യൂട്യൂബ് ചാനൽ MK Views for You എന്നുള്ള ചാനലാണ്. അപ്പോൾ അതിൽ വീഡിയോസ് ഒരുപാട് ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വീഡിയോസ് മാത്രമായിട്ട് കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അത് പിന്നെ നേരെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഫസ്റ്റ് കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതേപോലെ 1 ക്ലിക്ക് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതേപോലെ 21 ദിവസം 5,000 ക്യാപിറ്റൽ വെച്ചുള്ള വീഡിയോ ഉണ്ട്. 21 ഡേയ്സ് ഡിസിപ്ലിൻ ട്രേഡിംഗ് ഉണ്ട്. അതേപോലെ 3 PM ട്രേഡിംഗ് ഉണ്ട്. അതേപോലെ ഫോറക്സിൻ്റെ ഉണ്ട്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടിരിക്കുന്നത്. അതേപോലെ ട്രേഡിങ് പെട്ടെന്ന് ഫ്യൂച്ചറൊക്കെ ചെയ്തിട്ട് നേരെ ഓപ്ഷൻസിലേക്ക് വരുന്നവർക്ക് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി ഓപ്ഷൻ മോർണിംഗ് ലൈവ് ട്രേഡിംഗ് വീഡിയോസ്, അതായത് ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഈ ചാർട്ട് കാണുന്ന വീഡിയോ ലൈവ് റെക്കോർഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ 95 വീഡിയോസ് ലൈവ് കിടപ്പുണ്ട്. 3 PM ട്രേഡിങ്ങിൻ്റെ 25 കിടപ്പുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോ 2 ഉണ്ട്. പിന്നെ 21 ദിവസം അതിൻ്റെ 14 ഉണ്ട്. 14 ദിവസം കൊണ്ട് അത് വൈൻഡപ്പ് ചെയ്തു. പിന്നെ 21 ഡിസിപ്ലിൻ ട്രേഡിങ് 18 കിടപ്പുണ്ട്. പിന്നെ 1 ക്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫോറക്സിൻ്റെ 18. പിന്നെ ട്രേഡിംഗ് തുടങ്ങണം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നേരെ വന്ന് ചാടുന്നൊരു മേഖലയാണ് ട്രേഡിംഗ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസിൻ്റെ 2 ഉള്ളൂ, ഞാനത് കൂടുതൽ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് പ്ലേലിസ്റ്റിലൊക്കെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ടെൻഷനില്ല, കാരണം മാർക്കറ്റ് ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്താൽ അടുത്ത സ്ഥലം വരെ എത്തുമെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. RSI ക്രോസ് ഓവർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഹൈ എന്ന് പറഞ്ഞാലും എത്ര വരെ പോയിട്ടുണ്ട്, 218 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്, 5 പോയിൻ്റ്. അപ്പോൾ അവിടുത്തെ ആ റിജക്ഷൻ ക്യാനിലാണ് ഈ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്കത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 13 മിനിറ്റ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2:20 ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയും വൈൻഡപ്പ് ചെയ്യാം, ലൈവും വൈൻഡപ്പ് ചെയ്യാം. അതായത് ഒരു പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ തന്നെ ധാരാളമാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കൂടുതൽ ഇതേപോലെയുള്ള ലൈവ് വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതും കണ്ട് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, എന്നെ വിളിക്കാം, ഇത് പഠിക്കാം. ഈ ഒരു ചാർട്ട് റീഡിങ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ബിക്കോസ് ഞാൻ ട്രേഡിംഗ് പഠിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരു സ്കൂളിൽ 45 സ്റ്റുഡൻസ് ഉണ്ട്, 45 സ്റ്റുഡൻസിനോട് ഒരേപോലെയാണ് ടീച്ചർ കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവരുണ്ട്, ഫെയിലാവുന്നവരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തുള്ളൂ. പഠിക്കുന്ന ആളുകൾ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു പോസിറ്റീവായിട്ട് ഇതിനെ കൊണ്ടു കിടക്കാനായിട്ടും നല്ല രീതിയിൽ
പ്രോഫിറ്റബിൾ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊരിക്കലും അന്നന്നത്തുള്ള ടാർഗറ്റ് നോക്കരുത്. നമ്മൾ മന്ത്ലി ടാർഗറ്റ് പ്രോഫിറ്റബിൾ ആണോ എന്ന് മാത്രം നോക്കാനാണ്. 2 ദിവസം ലോസായി, 3 ദിവസം ലോസായി, 5 ദിവസം ലോസായി, 6 ദിവസം ലോസായാലും ബാക്കിയുള്ള ദിവസങ്ങൾ മതി നമുക്ക് കമ്പയർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്താൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എക്സിറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റിൽ ഗ്രീഡി ആവാതെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് 222 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 215 അല്ലെങ്കിൽ ഒരു 210 12 പോയിന്റ് താഴത്ത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. കാരണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ 20-20യോ 22ഓ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആയിട്ട് 192ലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ കയറി കഴിയുമ്പോൾ നമുക്കത് മതി, നമ്മൾ അതിൽ ഹാപ്പി ആണെന്ന് മൈൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ തന്നെ സ്ട്രൈക്കുകൾ എടുക്കാം. ഈ ഒരു ചാർട്ടിൽ നമുക്ക് സ്ട്രൈക്കുകൾ ഡയറക്റ്റായിട്ട് എടുക്കാനും അതിൽ തന്നെ 1 ക്ലിക്ക് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി എക്സിറ്റ്, ഇവിടെ 1 ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഇത് കാണാം, ലോട്ട് സൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അറ്റ് എ ടൈമിൽ ബൈയും എക്സിറ്റൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഫോറാക്സ്, ഈ നമുക്ക് ഏതാണ് സെറോദയുണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്, ഏഞ്ചൽ 1 ആക്ടിവേറ്റ് ആയി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബ്രോക്കറൊക്കെ നമുക്ക് 1 ക്ലിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്ക് സിയും പിയും അറ്റ് എ ടൈമിൽ എടുത്തു വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ബേസ് ചെയ്യാനനുസരിച്ചിട്ട് ഈസി ആയിട്ട് എനിക്ക് എക്സിറ്റും എൻട്രിയും മാറ്റി മാറ്റി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1 ക്ലിക്കാണത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ബൈ ചെയ്യാം. അപ്പം തന്നെ അത് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബൈയിൽ കിടക്കുന്നത് 247, അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 205 ഇവിടുത്തെ ബൈ ആയി. അപ്പോൾ ക്വിക്കായിട്ട് എനിക്ക് ആപ്ലിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ബൈയും എൻട്രിയും ലോഡ് സൈസ് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻട്രി എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ ഇതിൽ ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ചാർട്ടാണ്. മന്ത്ലി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് അതൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ 17 മിനിറ്റായി. അപ്പോൾ ഇനി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റിൽ അല്ലെങ്കിൽ 21 മിനിറ്റിൽ എൻ്റെ ഒരു നമ്പറാണ് 21 എന്നുള്ളത്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള നമ്പറാണ്. അപ്പോൾ കറക്റ്റ് 21 മിനിറ്റിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പബ്ലിക് ടെലഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നും കൂടെ പറയട്ടെ, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാവുന്ന കേസേ ഉള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന മെജോറിറ്റി എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. പൂർണ്ണ ബോധ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റിൽ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് കണ്ടോ, നേരെ എടുത്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഇതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്ലോസ് ആയിക്കോട്ടെ. എഗെയിൻ നമുക്ക് ഈ ഒരു 220 ബ്രേക്ക് ചെയ്താൽ വീണ്ടും റീ എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൈ വോൾട്ടാലിറ്റി ആണ്. അപ്പോൾ ഏത് നിമിഷവും മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവാം. അപ്പോൾ കിട്ടി നമുക്ക് കളയാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ലോക്ക് ചെയ്ത് വെക്കുന്നു. അടുത്ത എൻട്രി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഓർഡർ ക്ലോസ് ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി. അപ്പോൾ 19 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവലിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രോഫിറ്റബിളൊക്കെ ആയേനെ. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ വന്നത് കാരണം, അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഒരു പൊസിഷനിൽ. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. കൃത്യമായിട്ട് സ്ഥലത്ത് കയറുക, കൃത്യമായിട്ട് ഗ്രീഡി ആവാതെ നമ്മൾ ഇറങ്ങുക ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ലൈവും വൈൻഡപ്പ് ചെയ്യുന്നു. രാവിലെ കുറച്ച് ട്രേഡുകളൊക്കെ ചെയ്തത് കാരണം വലിയ വിഷയങ്ങളില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരിട്ട് വിളിക്കുക, മെസ്സേജസ് അയയ്ക്കുക. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ വേറൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രീൻ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഷിഫ്റ്റായി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ടച്ചിങ് പോയിൻ്റ് ആണ്. നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് ഡിലേ ആയി വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക്, അതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. ഇനി ആ പോയതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് ഉള്ളിടത്തോളം വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ, ഡബിൾ ചാർട്ടിലാണെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് പ്രോഫിറ്റൊക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വീണ്ടും RSI സിയിലേക്ക് കൺവേർട്ടായിട്ട് വരുന്നുണ്ട്. ഇവിടെ പിയിലേക്ക് ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. പല ടൈം ഫ്രെയിമിൽ സ്കാൽപ്പിംഗ് മുതൽ ലോങ് ഡ്രൈവ് വരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഞാനിങ്ങനെ പിന്നെയും നീട്ടിക്കൊണ്ട് പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ 21 മിനിറ്റ് ആവട്ടെ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും വീഡിയോ നീട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡർ ആവാൻ സാധിക്കട്ടെ. ട്രേഡിങ്ങിൽ നല്ലൊരു ബെനിഫിറ്റിലെത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.